ബാക്കി മുന്നണികൾ എന്ത് പങ്കുവെക്കുന്നെന്ന് എനിക്കറിയില്ല. ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളം വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു കൊടുങ്കാറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീശിയിരിക്കുന്നത്. അത് ഞാൻ ചവറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ചവറയുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു. ഒരു കൊടുങ്കാറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വീശിയിരിക്കുന്നത്. 77 ആവർത്തിക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആ നിലയിലേക്കാണ് ഇന്നത്തെ വോട്ടിങ്ങിന്റെ രീതി. പിന്നെ ഈ എന്തുകൊണ്ട് ഐക്യമുന്നണിക്ക് അനുകൂലമായി ഇങ്ങനൊരു വോട്ട് വന്നത് എന്ന് ചോദിച്ചാൽ CPM പ്രവർത്തകർ തന്നെ അവരുടെ പാർട്ടിയുടെ ഇന്നത്തെ പോക്ക് നാശത്തിലേക്കാണുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ എല്ലാവർക്കും ബോധ്യപ്പെടുത്തുള്ളൂ. എന്നാൽ CPM ആ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ യാഥാർത്ഥ്യവുമായി അവർക്ക് ഇന്നൊരു ബന്ധവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് അവകാശവാദങ്ങൾ എന്നുള്ളതും. പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുതൽ പയ്യന്നൂർ നടത്തുന്ന കാടത്തം. പശ്ചിമബംഗാളിൽ ഇതെങ്ങനെ ഒലിച്ചു പോകാനിടയായോ അതിന്റെ തനിയാവർത്തനമാണ്. ആ സാഹചര്യങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ അടക്കം നടത്തുന്ന കാടത്തം. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല. എനിക്കിപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല കേരളത്തിലുള്ള വലിയൊരു വിഭാഗം. പക്ഷേ ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചുവരെഴുതാൻ ഇടം കൊടുത്തതിന് ചുവരിടിച്ചു കളയുന്ന സംഭവം കേരളത്തിൽ ആദ്യമായിട്ടല്ലേ. ഒരു ചുവര് ഇടിച്ചു കളയുക. മറ്റൊരു സഖാവിന്റെ വീട്ടിൽ രാത്രി കാറ് കത്തിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പശ്ചിമബംഗാളിൽ തീരാൻ ഇടയുണ്ടാക്കിയത്. അതുകൊണ്ട് അവർ നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ജനം വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അവരെ ഉറ്റുനോക്കുന്നത്. ഒരാൾക്കും ഇത് അളക്കാൻ സാധിക്കത്തില്ല. കാരണം ക്രോസ് വോട്ടിംഗ് നമ്മളെങ്ങനെ അറിയുന്നത്? നമുക്ക് LDFന് ഇത്ര വോട്ട്, UDFന് ഇത്ര വോട്ട്, നിഷ്പക്ഷർ ഇത്ര വോട്ട്, ഇങ്ങനെയല്ലേ നമ്മൾ കണക്കെടുത്തുകൊണ്ടിരുന്നത്. ഇന്നത് മാറി. ആ ചിത്രം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാക്ക് 77 ആവർത്തിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് പോളിംഗ് ബൂത്തിൽ ചെന്ന് അവരുടെ മനസ്സിലെ അമർഷം അവിടെ രേഖപ്പെടുത്തുന്ന CPMന്റെ എണ്ണം നമുക്ക് എടുക്കാൻ ഒക്കൂ. CPMനെ പിന്തുണച്ചവരുടെ എണ്ണം നമുക്ക് എടുക്കാൻ ഒക്കൂ. അവർ പുറത്തും പറയത്തില്ല, ഒരാളടുത്തും പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫലം വരുമ്പോഴേ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു.